നിന്ന് പെട്ടെന്ന് ഇറങ്ങി തിരിച്ചു വിളിക്കുമ്പോഴാണ് ആ വാർത്ത അറിയുന്നത്. മെഡിക്കൽ എമർജൻസിയാണ്. പ്രശ്നങ്ങളൊന്നും ഭാഗ്യത്തിനില്ല, എല്ലാവരും സേഫ് ആണ്. പക്ഷെ പൈസ അത് പെട്ടെന്ന് തന്നെ അയക്കണം. നിസ്സഹായാവസ്ഥയുടെ പടുക്കുഴിയിലേക്ക് നിങ്ങൾ വീഴുന്നു. അക്കൗണ്ടിലുള്ള കുറച്ച് പൈസ എടുത്താലും തികയില്ല. കടം വാങ്ങണം, അത് കിട്ടാൻ പാടാണ്. പിന്നെ വർഷങ്ങളോളം തിരിച്ചെടുക്കുകയും ചെയ്യും കടം തിരിച്ചടക്കാൻ. ഈ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര മോശമായ ഒരു നിസ്സഹായാവസ്ഥയാണ് ഇത് എന്ന് മനസ്സിലാക്കാം അല്ലെ? ജീവിതം നിങ്ങൾ ഒരു പ്രത്യേക ദിശയിൽ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഇങ്ങനത്തെ ഒരു അപ്രതീക്ഷിതമായ എന്നാൽ എപ്പോ വേണമെങ്കിലും സംഭവിച്ചേക്കാവുന്ന ഒരു ഇവന്റ് എൻറ്റയർ ലൈഫ് പ്ലാനിങ്ങിനെ തന്നെ മാറ്റിമറിച്ചേക്കാം. 2021 നടന്ന ഒരു ഫൈനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ആണ് വൺ ഓഫ് ദ പ്രൈമറി കോസസ് ഓഫ് ഹൗസ് ഹോൾഡ് ഡെറ്റ് ആൻഡ് പോവർട്ടി ഇൻ ഇന്ത്യസ് ലോ ആൻഡ് മിഡിൽ ഇൻകം ഗ്രൂപ്പ്സ് എന്ന് പറയുന്നു. അതായത് ഹെൽത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതാണ് കുറെ ആൾക്കാരെയും കടത്തിലും പൈസ ഇല്ലാത്ത അവസ്ഥയിലും ആക്കുന്നത് അത്രേ. 70% അധികം ഹെൽത്തിൽ നടക്കുന്ന സ്പെൻഡുകൾ ഔട്ട് ഓഫ് പോക്കറ്റ് അല്ലെങ്കിൽ OOP ആണെന്നും ഇവർ പറയുന്നു. അതായത് ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് നേരെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് ചിലവുകൾ ഹെൽത്ത് ചിലവുകൾ നോക്കുന്നുവെന്ന്. ഈ പറഞ്ഞതിന് എല്ലാം ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഓരോ മലയാളിയും, ചെറുപ്പക്കാരനാണെങ്കിലും പ്രായമുള്ളവനാണെങ്കിലും പണമുള്ളവനാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് അത് എടുത്തിരിക്കണം എന്ന് നിർബന്ധപരമായി ഞാൻ പറയും.